ആകാശവാണി. അമ്മ വിധിച്ച ശിക്ഷ നാടകം. രചന സന്തോഷ് പി വെള്ളിമൺ. സംവിധാനം മാത്യു ജോസഫ്. ശബ്ദം നൽകുന്നവർ LC സുകുമാരൻ, പ്രദീപ് ഗോപാൽ, KT പ്രകാശൻ നായർകുഴി, VC മുരളീധരൻ, ബേബി നിഷ, ഹാഷ്മി വിലാസിനി. അമ്മ വിധിച്ച ശിക്ഷ. ഓ ഭാഗ്യം, ഈ വീട്ടിൽ ആരുമില്ലെന്ന് തോന്നുന്നു. ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാ. ചാടിക്കടന്നാലോ? എല്ലാവരും ഉറങ്ങിക്കാണുമെന്ന് തോന്നുന്നു. അങ്ങനെ ഓ, എന്തൊരു ഉയരമാ! ഇതെന്താ ജയിലോ മറ്റോ ആണോ? ഇങ്ങനെ ഒരുത്തൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്തൊരു വലുതായത്! ഇതിന് വേണമല്ലോ ദിവസവും 5 പേരുടെ ഭക്ഷണം. വലിയ കുഴപ്പമായല്ലോ. ഇനി എന്ത് ചെയ്യും? ഒരു മാർഗമുണ്ട്. മോനെ നായക്കുട്ടി, ഈ ബിസ്ക്കറ്റ് ഒന്ന് കഴിച്ചേ. ഓ, അങ്ങനെ തൽക്കാലം തീർന്നു. ഇനി അകത്തേക്ക്. കഥക് പൂട്ടിയിട്ടില്ലല്ലോ. എല്ലാം കൊണ്ടും അനുകൂലമായ സാഹചര്യം. ഓ, എന്തൊരു വലിയ വീടായത്! ഇവിടെ ആകെ താമസിക്കുന്നത് 4-5 പേരായിരിക്കും. വീടാകട്ടെ 10-15 മുറിയും. ആഡംബരം അല്ലാതെന്താ! ഇങ്ങനെയുള്ള വീട്ടിലല്ലാതെ പിന്നെ എവിടെയാ ഞാൻ കയറുക? ഇത്തരം വീടുകളിൽ മുകളിലായിരിക്കും പ്രധാന മുറി. അവിടേക്ക് പോകാം. ശല്യം! ആരെങ്കിലും കേട്ടോ എന്തോ? ഇല്ല, ആരും കേട്ടിട്ടില്ല. ഇനി പതുക്കെ ഈ സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറാം. ഓ, ഇരുട്ട് കാരണം ഒന്നും കാണാനും വയ്യല്ലോ. തപ്പിത്തടഞ്ഞ് നടക്കേണ്ടി വരും. എന്തിലെങ്കിലും തട്ടി വീണാൽ അത് മതി എല്ലാം തീരാൻ. ഓ, ഒരു അലമാരയുണ്ട്. ഇതിന്റെ വാതിലും തുറന്നു കിടക്കുകയാണല്ലോ. ഇനി എനിക്ക് മുന്നേ വല്ല കള്ളന്മാരും ഇവിടെ കയറിയോ? എന്തായാലും വിശദമായി നോക്കട്ടെ. എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. പക്ഷെ ഇവിടെയൊന്നും ഒന്നുമില്ലല്ലോ. അല്ലല്ല, അതാ കാണുന്നത്. 2000 രൂപ. ശോ, ഇത്രയും വലിയ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയിട്ട് കിട്ടിയതാകട്ടെ വെറും 2000 രൂപ. കഷ്ടം തന്നെ. വളരെ കഷ്ടം. ആരാത്? എന്താ ശബ്ദം കേട്ടത്? എന്തേ, പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ലേ? അയ്യോ, പിടിക്കപ്പെട്ടോ? ഓടാൻ ശ്രമിക്കരുത്. ഞാൻ ഉറക്ക ബഹളം വെച്ചു വിളിച്ച് എന്റെ മക്കളെ ഉണർത്തു. ഇല്ലല്ല, ഞാൻ ഓടില്ല. ദയവായി എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. നീ ആദ്യം ആ ലൈറ്റിന്റെ സ്വിച്ച് ഇട്. എവിടെ? നീ നിൽക്കുന്നതിന് വലതുവശത്താണ് സ്വിച്ച്. ഇവിടെ ഇങ്ങനെ ഒരാൾ കിടപ്പുണ്ടായിരുന്നോ? സോറി, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. സത്യമായിട്ടുമില്ല. ആകെ അതിൽ 2000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാകട്ടെ ഞാൻ എടുത്തിട്ടുമില്ല. എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. ആദ്യം നീ അവിടെ ഇരിക്ക്. ഞാനൊരു വൃദ്ധയാണെന്ന് കരുതി എന്നെ പറ്റിച്ചോടാമെന്നോ മറ്റോ വിചാരിച്ചാൽ നടക്കില്ല. ഞാൻ ഇവിടെ നിന്ന് നീട്ടിയൊന്ന് വിളിച്ചാൽ മതി എന്റെ മക്കൾ ഉണരാൻ. അയ്യോ, പിന്നത്തെ കാര്യം അറിയാലോ. അതുകൊണ്ട് മര്യാദക്ക് അവിടെ ഇരിക്ക. ശരി, ഞാൻ ഇരിക്കാം. ഇനി പറയൂ, നീ എന്തിനാ ഇവിടെ കയറിയത്?
ഇതെന്തൊരു ചോദ്യം? മോഷ്ടിക്കാനല്ലാതെ പിന്നെ എന്തിനാ? നിന്നെ കാണാൻ വലിയ കുഴപ്പമില്ല, നല്ല ആരോഗ്യവും. എന്നിട്ടും തൊഴിൽ മോഷണം. ഇത് തെറ്റാണെന്ന് നിനക്കറിയില്ലേ? ഓ, പാതിരാത്രി ഈ കിളവി ഉപദേശിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. എന്താ നീ പറഞ്ഞത്? ഒന്നുമില്ല. പറ, എന്താ നിന്റെ പേര്? കള്ളൻ. അതല്ല, നിന്റെ യഥാർത്ഥ പേര്. ഇപ്പോ അതറിഞ്ഞാ മതി. പാതിരാത്രിയിൽ മോഷ്ടിക്കാൻ വന്നവൻ കള്ളനല്ലാതെ മറ്റാരാ? ഞാൻ പോയിക്കോട്ടെ. ഞാൻ നിങ്ങളെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. ദയവായി വീട്ടിലെ മറ്റുള്ളവരെ കൂടി ഉണർത്തി എന്നെ ഇനിയും പോലീസിൽ ഏൽപ്പിക്കരുത്. ഓ, ഇനിയോ? അപ്പോ നിന്നെ മുമ്പ് പോലീസ് പിടിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ പോവാ. ഞാൻ എന്റെ മക്കളെ വിളിച്ചുണർത്തും, തീർച്ച. അല്പം മനുഷ്യത്വം കാണിക്കൂ. കള്ളന്മാരോടാണോ മനുഷ്യത്വം? ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. നീ പോകരുത്. പോകാൻ ശ്രമിച്ചാൽ ഇവിടെ പോലീസ് എത്തും, തീർച്ച. ഞാൻ എന്തു വേണം? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടുന്ന് ഒന്നും മോഷ്ടിച്ചിട്ടില്ലെന്ന്. വെറും കൈയോടെയാണ് ഞാൻ പോകുന്നത്. ആട്ടെ, നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല. അല്ലല്ല, കഴിച്ചു. ദേ, പിന്നെയും കള്ളം. ആ, കള്ളനല്ലേ? അതല്ലേ പറയൂ. എന്തായാലും നിന്നെ കണ്ടാലറിയാം നീ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ലാന്ന്. ഇതെങ്ങനെ മനസ്സിലായെന്നായിരിക്കും നീ ഇപ്പോ ചിന്തിക്കുന്നത്. ഞാനൊരമ്മയാണെന്നത് തന്നെയാണ് അതിനുള്ള ഉത്തരം. എന്തായാലും നീ ആ പാത്രത്തിൽ അടച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്ക്. വേണ്ട. വേണം. വിരട്ടുകയാണോ? അതെ, ഞാൻ എന്റെ മക്കളെ വിളിക്കും. വേണ്ട, ഞാൻ കഴിച്ചോളാം. ഓ, ഇപ്പോ നീ മര്യാദക്കാരനായി. ഓ, ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും വീട്ടിൽ മോഷ്ടിക്കാൻ വന്ന കള്ളനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു അമ്മയെ കാണുന്നത്. എന്നും മക്കളെ സ്നേഹത്തോടെ അന്നം ഊട്ടുന്നതായിരുന്നു ഇഷ്ടം. പക്ഷെ എന്താ? അയ്യോ, കരയാതെ കരയാതെ, മറ്റുള്ളവർ ഉണരും. കരയാതെ. ഓ ഓ ഞാനത് മറന്നു. ചിലതോർത്തപ്പോ കരഞ്ഞു പോയതാ. അതൊക്കെ പോട്ടെ, നിനക്ക് ഒരു കാര്യം അറിയോ? എന്താ? നീ ഗേറ്റ് ചാടി കടന്നത് മുതൽ ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു. ആ, ഈ വീട് മുഴുവൻ ക്യാമറകളാണ്, നൈറ്റ് ക്യാമറ ഉൾപ്പെടെ. അത് നീ ശ്രദ്ധിച്ചില്ല അല്ലേ? അയ്യോ, അതിന് ഞാനിവിടുന്ന് ഒന്നും മോഷ്ടിച്ചില്ലല്ലോ. അതിന് നിനക്ക് കഴിയില്ലല്ലോ. എന്ത് മോഷ്ടിക്കാൻ? ഇതെങ്ങനെ നിങ്ങൾക്കറിയാം? നീ ഇതിനു മുമ്പ് എത്ര തവണ മോഷണം നടത്തിയിട്ടുണ്ട്? ഒരുപാട് തവണ. ഇല്ല. ഇതെങ്ങനെ ഇത്ര കൃത്യമായി ഉറപ്പിച്ച് നിങ്ങൾ പറയുന്നു? എടാ കള്ള, ആരെങ്കിലും വീട്ടിൽ മോഷ്ടിക്കാൻ കയറുമ്പോ ചെരുപ്പൂരി പുറത്തിട്ടാണോടാ കയറുന്നത്? അയ്യോ, അത് ഞാൻ മറന്നു. കാർ പോർച്ചിൽ മനോഹരമായി അലങ്കരിച്ചു വെച്ചിരിക്കുന്ന പുൽക്കൂട് കണ്ടപ്പോ, അതിലെ മാലാഖമാരെയും ഉണ്ണിയേശുവിനെയും കണ്ടപ്പോ അറിയാതെ ചെയ്തു പോയതാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നീ ഒരു കള്ളനല്ലാന്ന്, നിനക്ക് മോഷ്ടിക്കാൻ അറിയില്ലാന്ന്. മണ്ടൻ കള്ളൻ. ചുമക്കാതെ. എന്തു പറ്റി? അയ്യോ, ഇത്തിരി വെള്ളം കുടിച്ചാട്ടെ. പതുക്കെ പതുക്കെ എന്റെ കയ്യിലോട്ട് ചാരിയിരിക്കൂ. അതെ, അങ്ങനെ അങ്ങനെ കുടിക്കൂ. കുറച്ചുകൂടെ.
ഞാനങ്ങ് പേടിച്ചു പോയി. നീ നീ എന്തിനു പേടിക്കണടാ കള്ള? നീ മോഷ്ടിക്കാൻ വന്നതല്ലേ കള്ള? എന്റെ പേര് സാമുവൽ എന്നാണ്. എപ്പോഴും എന്നെ ഇങ്ങനെ കള്ളാന്ന് വിളിക്കണ്ട. സാമുവൽ സ്റ്റീഫൻ. ഓ, അല്ല, നീ തന്നെയല്ലേ പറഞ്ഞത് അങ്ങനെ വിളിച്ചാ മതിയെന്ന്? അതെ. ഇങ്ങനെ ചിരിക്കല്ലേ, ഇത് വല്ലാതെ വേദനിപ്പിക്കുന്നു, കുറ്റപ്പെടുത്തുന്നത് പോലെ തോന്നുന്നു. ശരി ശരി, എന്തായാലും രാത്രിയിൽ എനിക്കിന്ന് ഉറക്കമില്ല. എന്റെ ഉറക്കം കളഞ്ഞതിന് ശിക്ഷ നിനക്കും ഉണ്ട്. ശിക്ഷയോ? എന്ത് ശിക്ഷ? നീ ഒരു കാര്യം ചെയ്യേ, ആ ജനലൊന്ന് തുറന്നിട്. ഓ, എന്തൊരു തണുപ്പാണിത്. ചെറിയ കാറ്റുണ്ട്. ഇതങ്ങ് അടയ്ക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഈ തണുപ്പ് കൊണ്ടിട്ട് എത്ര നാളായി. പുറത്തെ കാറ്റിനും വല്ലാത്ത കുളിർമയാണ്. മകരമാസമല്ലേ, നല്ല മഞ്ഞുണ്ടാവും. ഇവിടെ കിടന്നുകൊണ്ട് പുറത്തേക്ക് നോക്കുമ്പോ എന്ത് രസാണെന്നോ. ഈ നിലാവുള്ള രാത്രിയും നക്ഷത്രങ്ങളും ഒക്കെ കാണുമ്പോ ആകാശത്ത് മാലാഖമാർ മെഴുകുതിരി തെളിച്ചു നിൽക്കുന്നതായി തോന്നുന്നു. ഓ, പണ്ടൊക്കെ എന്ത് രസമായിരുന്നു. ഈ കാണുന്ന പണവും പത്ര ില്ലേ, ഞാൻ മാലാഖയായിട്ടൊക്കെ വേഷം ഇട്ടായിരുന്നു കേട്ടാ. എന്റെ വർക്കിച്ചായനുള്ളപ്പോ എപ്പോഴും പറയുമായിരുന്നു നീ എന്റെ മാലാഖയാണെന്ന്. പക്ഷേ ഇന്ന് അങ്ങേരെ മാലാഖമാർ നേരത്തെ അങ്ങ് കൊണ്ടുപോയി. ആ, നീ എവിടെ പോകുന്നു? ഇതിനിടയിൽ രക്ഷപ്പെടാൻ നോക്കുന്നോ? അവിടെ ഇരിക്ക്. നിന്റെ ശിക്ഷ ഞാൻ പറഞ്ഞില്ല. എന്ത് ശിക്ഷ? ആ, നീ എന്തിനിവിടെ മോഷ്ടിക്കാൻ വന്നു എന്ന് എന്നോട് പറയണം. അത് ഞാനൊരു മോഷ്ടാവല്ല. ജീവിതം മടുത്തപ്പോ, മനസ്സിൽ നിറയെ നിരാശ നിറഞ്ഞപ്പോ ചെയ്തു പോയ പ്രവൃത്തിയാണിത്. സത്യം പറയാലോ, എനിക്കെന്റെ ജീവിതം മടുത്തിരിക്കുന്നു. എന്റെ ഈശോയെ ഓർക്കുമ്പോ വേദന കൊണ്ട് ഞാൻ പുളയുകയാണ്. തെറ്റ് ചെയ്തവരും ചെയ്യാത്തവനും ഒക്കെ ശിക്ഷിക്കപ്പെടുന്ന കാലം. ഒരു കാരണവും ഇല്ലാതെ ഞാൻ വിധി, അല്ലാതെ എന്ത് പറയാൻ? നിനക്കും കരച്ചിൽ വരുന്നോ? എത്രയ്ക്ക് സങ്കടം വരാൻ വേണ്ടി എന്നാ ഉണ്ടായി? ആദ്യ രാത്രി ഇത്ര വലിയ വീട്ടിൽ ആരും കാണാതെ അകത്ത് കടന്നു മോഷ്ടിക്കാൻ ധൈര്യം കാണിച്ച നീയാണോ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കിടന്ന് കരയുന്നത്? അത് മോന്റെ വീടെവിടെയാ? ആരൊക്കെയുണ്ട് വീട്ടിൽ? ഞാനിപ്പോ വരുന്നത്. എന്ത് പറ്റി പറയൂ. എന്റെ മനസ്സിൽ 5 വർഷം മുമ്പ് ഞാൻ കേട്ട ആ ശബ്ദമാ ഇന്നലെ പോലെ ഇപ്പോഴും മുഴങ്ങുന്നത്. എന്ത് ശബ്ദം? ആയതിനാൽ അപൂർവങ്ങളിൽ അപൂർവമായി ഈ കേസിനെ കോടതി പരിഗണിച്ചിരിക്കുന്നതിനാൽ
നീചവും മനുഷ്യത്വരഹിതവും ക്രൂരവുമായ കൊലപാതകം ചെയ്ത പ്രതി യാതൊരുവിധ ദയയും അർഹിക്കുന്നില്ല എന്നും ദൃക്സാക്ഷികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതി കുറ്റം ചെയ്തതായി കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നതിനാലും പ്രതിയെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച് ഈ കോടതി ഉത്തരവാകുന്നു. ഓ, എന്റെ ജീവിതം അങ്ങനെ നരകിച്ച് ജയിലറയിൽ ഒടുങ്ങി. ഓ, അപ്പോ നീയൊരു കള്ളൻ മാത്രമല്ല, കൊലപാതകി കൂടിയാണ് അല്ലേ? അതെ, ഞാനൊരു കൊലപാതകയും കള്ളനും പിന്നെ എന്തൊക്കെയാണോ അതെല്ലാമാണ്. എല്ലാം സമൂഹം എന്താണോ വിധിക്കുന്നത് അതെല്ലാമാണ് ഞാൻ. യാഥാർത്ഥ്യം ആരറിയാൻ? അപ്പോ നീ? ഇല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ സാഹചര്യ തെളിവുകൾ എന്നെ കുറ്റക്കാരനാക്കി. കോടതിയിൽ ഞാൻ കേണു പറഞ്ഞു ഞാൻ കുറ്റവാളിയല്ലെന്ന്. പക്ഷേ നീതിപീഠത്തിന് തെളിവുകളും സാക്ഷികളുമായിരുന്നു പ്രധാനം. എല്ലാം എന്റെ വിധി. ഏക മകൻ കൊലപാതകിയാണെന്നറിഞ്ഞപ്പോൾ നെഞ്ചുരുകി പിടഞ്ഞു മരിച്ച എന്റെ അച്ഛൻ. ഓ എന്റെ ദൈവമേ! ഏയ്, കരയാതെ മോനെ, കരയാതെ. പക്ഷേ ഒടുവിലെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു. എല്ലാം. നിന്നെ കോടതി വെറുതെ വിട്ടോ? വിട്ടു. പക്ഷേ അപ്പോഴേക്കും ജയിലിൽ 5 വർഷങ്ങൾ ഞാൻ പിന്നിട്ട് കഴിഞ്ഞിരുന്നു. എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം, തകർന്ന സ്വപ്നങ്ങൾ, പരോൾ പോലും ഇല്ലാതെ കഴിച്ചുകൂട്ടിയ ജയിൽവാസം. ഈ 5 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും മോൻ ജയിലിന് പുറത്തിറങ്ങിയില്ലേ? ഇല്ല, എനിക്ക് പുറം ലോകത്തെ പേടിയായിരുന്നു. മറ്റൊന്നുമല്ല, ഞാൻ കാരണം എന്റെ അനുജത്തിയും അമ്മയും കൂടി ദുഃഖിക്കരുതല്ലോ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. ഒടുവിൽ ഒരു ദിവസം രാവിലെ ഒരു പോലീസുകാരൻ വന്ന് പറഞ്ഞു, എടോ എഴുന്നേൽക്ക്. എഴുന്നേൽക്കാൻ. നിനക്ക് വീട്ടിൽ പോകാം. എനിക്ക് പോകണ്ട സാറേ. എടാ, പോയിട്ട് വരാനല്ല, നിന്നെ കോടതി ജയിൽ വിമുക്തനാക്കി. നീയല്ല കൊലപാതകിയെന്ന് കോടതിക്ക് മനസ്സിലായി പോലും. യഥാർത്ഥ പ്രതിയെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അവൻ എല്ലാം സമ്മതിച്ചിട്ടുമുണ്ട്. നിന്നെ അവൻ മനഃപൂർവ്വം കുടുക്കിയതാണ് പോലും. എന്തായാലും ഇനി നിനക്ക് പുറത്ത് ജീവിക്കാം. സാർ, അപ്പോ ഇത്രയും നാൾ ഞാനിവിടെ കിടന്നതോ? ഓ, അതൊന്നും എനിക്കറിയില്ല. ശരി, വലിയ വർത്തമാനമൊന്നും വേണ്ട. ശരി, നടക്ക്. അങ്ങനെ ഞാൻ പുറം ലോകത്തെത്തി. ഇരുട്ടിൽ നിന്നും വലിയ വെളിച്ചത്തിലേക്ക് എത്തുമ്പോഴുള്ള കണ്ണിന്റെ മഞ്ഞളിപ്പില്ലേ, അതുപോലെയായിരുന്നു എന്റെ മനസ്സും. വല്ലാത്ത പരുങ്ങൽ. എനിക്ക് സമൂഹത്തെ പേടിയായിരുന്നു. അപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്റെ അമ്മ, അനുജത്തി. പക്ഷേ എന്തു പറ്റി? നീ അവരെ കണ്ടില്ലേ? കണ്ടു. ആരാ? മോളെ, ഇത് ഞാനാ. അല്ല, ഏട്ടനോ? എങ്ങനെ കണ്ടുപിടിച്ചു വീട്? കൊറേ നാളായി ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ട്. ഞാൻ അറിഞ്ഞു. അതൊക്കെ പോട്ടെ, അമ്മ എവിടെ? അല്ല, ഇവിടെ എന്താ വലിയ പന്തലൊക്കെ ഇട്ടിരിക്കുന്നത്? വല്ല ആഘോഷവും? അത് എന്റെ കല്യാണ 2 ദിവസം കഴിഞ്ഞ്. മോളെ, ഞാൻ... ഏട്ടൻ ക്ഷമിക്കണം, മനഃപൂർവ്വം അറിയിക്കാതിരുന്നാണ്. ഒരു ജയിലിൽ കിടക്കുന്ന ഏട്ടനുള്ള കാര്യം എങ്ങനെയാ കല്യാണം ആലോചിക്കാൻ വരുന്നവരോട് പറയാ? അമ്മ പലതവണ പറഞ്ഞതാ പറയാൻ, പക്ഷെ ഞാനാ സമ്മതിക്കാതിരുന്നേ. മോളെ, പക്ഷെ സത്യം എന്തു ആയിക്കൊള്ളട്ടെ, നാട്ടില് വളരെയേറെ അപമാനം സഹിച്ചിട്ടാണ് ഒടുവിലുള്ളതെല്ലാം വിറ്റ് പെറുക്കി ആരും അറിയാതെ ഇവിടെ എത്തിയത്. ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? ഞാനൊരു അധികപ്പറ്റാണല്ലേ? ഞാൻ നിങ്ങൾക്കൊരു നാണക്കേടാണല്ലേ? ഏട്ടാ, ഇക്കാലത്ത് സെന്റിമെന്റ്സിലൊന്നും കാര്യമില്ല. ഈ അനിയത്തിയെ കെട്ടിക്കാൻ ഏട്ടന്റെ കയ്യിൽ കാശുണ്ടോ? ഇല്ലല്ലോ. ആകെയുള്ളത് കുറ്റവാളി എന്ന പേരും.
ഞാൻ പറഞ്ഞു വരുന്നത്, വേണ്ട, എനിക്ക് മനസ്സിലായി. അമ്മ ആരോടൊക്കെയോ കാശ് കടം ചോദിക്കാൻ പോയിരിക്കുക. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടക്കട്ടെ ഏട്ടാ. മോളെ, ഞാൻ അത്രയ്ക്ക് തെറ്റുകാരനാണോ? അതെനിക്കറിയില്ല. ജയിലിൽ കിടന്ന കുറ്റവാളി എന്നല്ലാതെ മറ്റു വല്ലതും ഉണ്ടോ കയ്യിൽ? ഏട്ടാ, ജീവിക്കാൻ പണം വേണം. പണമില്ലെങ്കിൽ മറ്റെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ദേ, അമ്മ വരാറായി. വെറുതെ അമ്മ അറിയണ്ട ഏട്ടൻ വന്ന കാര്യം. നീ പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. നിനക്ക് നല്ലത് വരട്ടെ, നല്ലത് മാത്രം. ഞാൻ പോവാ. മോനെ, അങ്ങനെ അവിടെ നിന്നും ഞാൻ ഇറങ്ങി. ജയിലിൽ നിന്ന് ഇറങ്ങിയതിനേക്കാളും ശൂന്യതയായിരുന്നു. എല്ലാത്തിനോടും വെറുപ്പ്, ദേഷ്യം. ഒരിക്കൽ സമൂഹം ഒരാളെ കൊലപാതകയായി മുദ്രകുത്തിയാൽ പിന്നീട് സത്യം അതല്ലെന്നറിഞ്ഞാലും കൊലപാതകയെന്നും കൊലപാതകി തന്നെ. മനസ്സിൽ വല്ലാതെ വാശി തോന്നി. എങ്ങോട്ടൊന്നില്ലാതെ നടന്നു. ഒടുവിൽ ഈ തെരുവിലെത്തി. പണക്കാർ മാത്രം താമസിക്കുന്ന ഈ തെരുവിലെ വീടുകൾ കണ്ടപ്പോൾ തോന്നിയതാ, എങ്ങനെയെങ്കിലും കുറെ പണമുണ്ടാക്കണമെന്ന്. ചെവിയിൽ എപ്പോഴും അനിയത്തിയുടെ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ജയിലിൽ കിടന്ന കുറ്റവാളി എന്നല്ലാതെ മറ്റു വല്ലതുമുണ്ടോ കയ്യിൽ? ജീവിക്കാൻ പണം വേണം, പണം. ഓ, അപ്പോ അതാണ് കാര്യം. ആ, എന്നാ ഞാനൊരു ജോലി ഏൽപ്പിക്കാം നിന്നെ. അത് ചെയ്താൽ മാന്യമായ കൂലിയും തരാം. ചെയ്യാമോ നിനക്ക്? എന്ത് ജോലി? അതൊക്കെ പറയാം. ചെയ്യാമോ നിനക്ക്? 5 ലക്ഷം രൂപ മുൻകൂറായി നൽകും. ഇത്രയും വലിയ തുകയോ? നിങ്ങൾ കാര്യമായിട്ടാ പറയുന്നത്? അതോ പാതിരാത്രിയിൽ തമാശ പറയുകയാണോ? തമാശയല്ല. എങ്കിൽ ശരി. ആ, ശരി. നീ ആ വലിപ്പൊന്ന് തുറക്ക്. ഏത്? ഈ കിടക്കയോട് ചേർന്ന് താഴെ ഒരു രഹസ്യ അറയുണ്ട്. ദേ, ഇങ്ങോട്ട് വരൂ. എവിടെ? അതെ, ആ കാണുന്നത് തന്നെ. ഇതിൽ നിറയെ കാശാ? ആ, അതിൽ നിന്നും 5 ലക്ഷം രൂപ നീ എടുത്തോ. ജോലിക്കുള്ള കൂലി മുൻകൂറായി നൽകിയിരിക്കുന്നു. ഇത്രയും വലിയ തുകയോ? എന്താണ് ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം പതുക്കെ നിനക്ക് മനസ്സിലാകും. എന്താണ് ഞാൻ ചെയ്യേണ്ട ജോലി എന്ന് പറയൂ. നീ ചെയ്യേണ്ട ജോലി ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ടതാണ്. ഇന്ന് അല്ലെങ്കിൽ നാളെ. അതിനപ്പുറത്തേക്ക് പോകരുത്. നിന്നെ ഏൽപ്പിച്ച ജോലി. ശോ, ഇപ്പോഴും ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞില്ല. നീ ഒരാളെ കൊല്ലണം. കൊല്ലാനോ? എനിക്കാവില്ല. നീ കൊലപാതകി എന്ന് പേര് കേട്ടവനാണ്. അപ്പോ നിനക്കത് കഴിയും. നിനക്ക് കാശ് വേണം. അത് ഞാൻ തരികയും ചെയ്തു. ഇനി നീ ജോലി ചെയ്തേ പറ്റൂ. ആരെയാ കൊല്ലേണ്ടത്? അത് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വെറുപ്പും ദേഷ്യവുമുള്ള ഒരാളുണ്ട്. ഈ പ്രായത്തിലും പ്രതികാരമോ? അതെ, ഓരോ നിമിഷവും അത് കൂടിക്കൊണ്ടിരിക്കുന്നു. ശരി, ഇനി ഞാൻ പറയാം. ഇന്ന് നീ വന്നതുപോലെ നാളെ പാതിരാത്രിയിലും ഇവിടെ വരിക. ഞാനപ്പോൾ നല്ല ഉറക്കത്തിലായിരിക്കും. അപ്പോ ഞാൻ പോലും അറിയാതെ, അധികം വേദനിപ്പിക്കാതെ നീ എന്നെ ഈ ലോകത്തിൽ നിന്നും പറഞ്ഞയക്കണം. ഇല്ല, ഞാനത് ചെയ്യില്ല. നിനക്ക് കാശല്ലേ വേണ്ടത്? അതിനല്ലേ നീ ഇവിടെ വന്നത്? അതെ, പക്ഷെ ഞാനത് ചെയ്യില്ല. തീരൂ. എന്റെ മുന്നിൽ നിന്നും പോ. നിനക്കെങ്കിലും അതിന് കഴിയുമെന്ന് ഞാൻ കരുതി.
പോ, പോ, ഒന്നിനും കൊള്ളാത്തവൻ. പോ, പോ. അമ്മേ, അമ്മേ, ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ? നീ ഇങ്ങനെ കരയരുത്. ഈ വലിയ വീട്ടിൽ ആഡംബരത്തോടെ പരിചാരകരോടൊപ്പം വിശ്രമ വാർദ്ധക്യം അനുഭവിക്കുന്ന അമ്മ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? സ്വന്തം മരണം വില കൊടുത്തു വാങ്ങുന്നത്? ഞാൻ പോവുക. ഞാൻ ജയിലിൽ കിടന്നവനാണ്. പക്ഷെ ഒരമ്മയുടെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇനിയും ഞാനിവിടെ നിന്നാൽ അമ്മയുടെ മക്കൾ ഉണരും. എവിടെ ഉണരാൻ? ഇല്ല, അവരുണരില്ല. അതെന്താ? അതിനവർ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? അപ്പോ ഇവിടെ? അതെ, ഈ ബംഗ്ലാവ് പോലത്തെ വീട്ടിൽ ഈ വൃദ്ധ തനിച്ചാണ് മോനെ. കൂട്ടിന് ഒരു വേലക്കാരിയുണ്ട്. അവള് തൊട്ടടുത്ത റൂമിലുണ്ട്. വലിയ ഉറക്കക്കാരിയാ. അതുകൊണ്ടാ ഇതുവരെയും ഉണരാതിരുന്നത്. പിന്നെ താഴെ യജമാന ഭക്തിയുള്ളൊരു നായയും. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മോൻ പറഞ്ഞില്ലേ നീ 5 വർഷമായി ജയിലിനുള്ളിലായിരുന്നെന്ന്? അതുപോലെ ഞാനും. അതെ, നമ്മൾ 2 പേരും ജീവപര്യന്തത്തിലായിരുന്നു. നിനക്ക് മോചനം കിട്ടി, എനിക്ക് മരണമാണ് മോചനം. അതാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടതും നീ നിരസിച്ചതും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പറയാം. ഇത് കേട്ടിട്ടെങ്കിലും നീ വാങ്ങിയ കാശിന്റെ ജോലി ചെയ്യുമല്ലോ. ആറ്റുനോറ്റ് വളർത്തിയ 5 മക്കൾ ജോലിയും പത്രാസും ഒക്കെ ആയപ്പോ കുടുംബത്തോടെ വിദേശത്ത് താമസമാക്കിയവർ 5 വർഷം കഴിഞ്ഞിരിക്കുന്നു അവരൊന്ന് നാട്ടിൽ വന്നിട്ട്. പക്ഷേ എല്ലാ ദിവസവും ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട് കേട്ടോ. ദേ, നീ അത് കണ്ടോ? എന്റെ തൊട്ടു മുമ്പിലെ മേശമേൽ വച്ചിരിക്കുന്ന വലിയ കമ്പ്യൂട്ടർ സ്ക്രീൻ. ഞാനത് വന്നപ്പോഴേ ശ്രദ്ധിച്ചു. ഇതെന്തിനാ ഇവിടെയെന്ന്? നിനക്ക് എന്റെ മക്കളെ കാണണ്ടേ? ഞാൻ വിളിച്ചാൽ ഉണരുമെന്ന് പറഞ്ഞ എന്റെ മക്കൾ. നീ ആ കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഒന്നിട്ടെ. ഹായ് മമ്മി, എന്തു പറ്റി ഈ രാത്രിയിൽ? എന്തെങ്കിലും അസ്വസ്ഥത? ഇല്ല മോനെ, നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, അത്രമാത്രം. ഓ സ്വീറ്റ് മമ്മി. മമ്മി ഫുഡൊക്കെ കഴിച്ചോ? ഓ, ആരോഗ്യം നോക്കണം കേട്ടോ. ഇവിടെ കുട്ടികളെല്ലാം ഗ്രാൻഡ് മമ്മിയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് വലിയ ബഹള. പക്ഷേ ലീവ് കിട്ടണ്ടേ? സോറി മമ്മി. ഓ, സാരമില്ല മോനെ, ജോലി തിരക്കല്ലേ. മാത്രമല്ല നീ എന്നെ എന്നും കാണുന്നുണ്ടല്ലോ. എന്നാൽ ഓക്കെ മമ്മി. അമേരിക്കയിൽ ഇപ്പോ പകലാ, ഞാൻ ഓഫീസിലാ, തിരക്കിലാ. പിന്നെ വിളിക്കാം. ഓ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണേ. ഓക്കെ. ശരി മോനെ. ദേ കണ്ടല്ലോ, എന്റെ മൂത്ത മകനാ. ഇനിയും കേൾക്കണോ? നീ അല്പം അങ്ങോട്ട് മാറി നിൽക്ക്, അവർ നിന്നെ കാണണ്ട. ഹലോ മമ്മി. ഓ, എന്തൊരു പൊരുത്തുവാ നമ്മൾ തമ്മിൽ. ഇപ്പൊ ഞാനും ചേട്ടനും മക്കളും മമ്മിയുടെ അസുഖത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ മമ്മിയുടെ വീഡിയോ കോൾ വന്നത്. അല്ല, ശരീരമൊക്കെ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. ഒന്നും ആവശ്യത്തിന് കഴിക്കാറില്ലേ? ആ സെർവന്റ് ഒന്നും മമ്മിയെ ശരിയായി നോക്കാറില്ലെന്ന് തോന്നുന്നു. അവളെ പറഞ്ഞു വിട്ടിട്ട് വേറൊരാളെ റെഡിയാക്കാൻ ഞാൻ ചേട്ടനോട് പറയാം. വേണ്ട മോളെ, എന്റെ ആരോഗ്യകാര്യങ്ങളിൽ മൂക്ക് ഇത്ര ശ്രദ്ധയുണ്ടല്ലോ, അത് മതി. അത് പിന്നെ ഉണ്ടാകാതിരിക്കുവോ? എന്റെ മമ്മിയുടെ ആരോഗ്യം നോക്കേണ്ടത് എന്റെ കടമയല്ലേ. മമ്മിക്ക് ക്ഷീണമോ തളർച്ചയോ ഒന്നുമില്ലല്ലോ? ഇല്ല മോളെ, ഒരു കുഴപ്പവുമില്ല. ആ ശരി, എന്നാ വെച്ചോട്ടെ. ആ, പിന്നെ ഷുഗറും പ്രഷറും ഒക്കെ ഒന്ന് നോക്കണേ. എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ വിളിക്കണേ. ഓക്കെ മമ്മി, ഗുഡ് നൈറ്റ്. കേട്ടോ, അമ്മയ്ക്ക് ക്ഷീണമോ തളർച്ചയോ ഒന്നുമില്ലല്ലോന്ന്. അതിനർത്ഥം ക്ഷേമാന്വേഷണമല്ല, ഇപ്പോഴെങ്ങാനും തീരുമോ എന്ന് അന്വേഷിച്ചതാ. ഇനിയും കാണണോ? മറ്റു മക്കളെ വിളിച്ചാൽ അവരും ഉടനുണരൂ. കാരണം ഈ കാണുന്ന വീടിന്റെയും വിശാലമായ ഭൂമിയുടെയും അവകാശം മരണം വരെ എന്റെ പേരിലാണല്ലോ ഉള്ളത്.
അതുകൊണ്ട് മക്കൾക്ക് ജാഗ്രത കൂടും. ദൂരെ ഇരുന്ന് റിമോട്ടിലൂടെ നിയന്ത്രിക്കുന്ന ഒരു കളിപ്പാവ പോലെ എന്റെ ജന്മം. ഏതെങ്കിലും മക്കളുടെ കൂടെ അങ്ങോട്ട് പോയിക്കൂടായിരുന്നോ? അതോ, അതിന് എനിക്കിപ്പോ ആരോഗ്യമില്ലല്ലോ. തീർത്തും കിടപ്പിലുമാണല്ലോ. അവിടെ ചെന്നാ അവരുടെ കുട്ടികളെ നോക്കാനും എന്നെ കൊണ്ടാവില്ല. അതവർക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാതെ തന്നെ മറ്റുള്ളവർ കേൾക്കേ പറയും, അമ്മയ്ക്ക് നാടെന്ന് പറഞ്ഞാൽ ജീവനാണെന്ന്. എന്റെ ഈശോയെ, ഇവരെക്കാൾ ഇളയവനൊരുവനുണ്ട്. അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ തന്നെയാണ്. ചേട്ടന്മാരയച്ചു കൊടുക്കുന്ന കാശുകൊണ്ട് കുടിച്ചു കൂത്താടി നടക്കുന്ന ഒരുവൻ. വഷളായ കൂട്ടുകെട്ടിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായവൻ. കിടപ്പിലായ അമ്മയെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാത്തവൻ. അവനും കഴിഞ്ഞ ദിവസം പോയി. എവിടേക്ക് അറിയില്ല. ആരൊക്കെയോ രാത്രിയിൽ വീട്ടിൽ വരുന്ന ശബ്ദം കേട്ടു. കഴിഞ്ഞ ദിവസം കുറെ ആൾക്കാർ കൂടി അവനെ പിടിച്ചോണ്ട് പോയെന്ന് ആ ശാന്തമ്മ പറഞ്ഞു. പോലീസുകാരായിരുന്നെന്നും അവര് പറഞ്ഞു. ആ മേശപ്പുറത്തിരിക്കുന്ന ഫോട്ടോ കണ്ടോ നീ? ആ താടി വച്ചവൻ, അവനാ ഇളയവൻ. ഈ ഫോട്ടോ നീ അറിയോ? ഇല്ല. നീ ഇല്ല. ഇനി പറയുമോനെ, ഈ വൃദ്ധയായ അമ്മേ നിനക്കൊന്ന് കൊന്നു തന്നൂടെ? കൊന്നു തന്നൂടെ? കരയാതെ അമ്മ, കരയാതെ. ഞാൻ ഈ കണ്ണീരൊന്ന് തുടക്കട്ടെ. കരയാതമ്മ. എത്ര നാളായെന്നോ ഒരു മകന്റെ സ്പർശനം എനിക്ക് ലഭിച്ചിട്ട്. അറിയോ നിനക്ക് ഒരു സ്നേഹസ്പർശം? അമ്മേ, മോനെ, നീ എന്റെ മകനെ പോലെയാണ്. അല്ല, എന്റെ മകൻ തന്നെയാണ്. എന്റെ സ്വന്തം മകൻ. അമ്മേ, അമ്മയുടെ കണ്ണീർ തുടയ്ക്കുന്നതാരാണോ അവരാണല്ലോ മക്കൾ. എന്റെ മോനെ, കരയല്ലേ അമ്മേ. ഞാൻ പോവാ. സമയം ഒരുപാടായിരിക്കുന്നു. ഞാൻ പോട്ടെ. എങ്ങോട്ട്? അത് ഇതാണ് യഥാർത്ഥ സമയം. 75 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതേ ദിനത്തിലായിരുന്നു ഈ അമ്മ ജനിച്ചത്. പിന്നീട് എന്റെ വർക്കിച്ചായൻ എന്നെ കെട്ടിയതും ഇതേപോലെ ഒരു ജനുവരി 28-നായിരുന്നു. ഈ ഫോട്ടോ കണ്ടോ നീ? ഞങ്ങളുടെ കല്യാണ ഫോട്ടോയാ. ഇതെപ്പോഴും ചേർത്ത് പിടിച്ച് ഞാൻ കിടക്കാറുള്ളൂ. അപ്പോ അമ്മയുടെ പിറന്നാളാണ് അല്ലേ? തീർന്നില്ല. എന്റെ മൂത്ത മകനെ ദൈവം ഈ കൈകളിലേക്ക് തന്നതും മറ്റൊരു ജനുവരിയിലായിരുന്നു. പക്ഷേ ഇപ്പോ ഈ വൃദ്ധ തനിച്ച് ആരോരും ഇല്ലാതെ. കഴിഞ്ഞ ക്രിസ്മസിനും അവര് വരുമെന്ന് പറഞ്ഞിരുന്നു. എല്ലാ ഒരുക്കങ്ങളുമായി ഞാൻ കാത്തിരുന്നു. പുൽക്കൂടും ക്രിസ്മസ് കേക്കും ഒക്കെയായി. പക്ഷെ അവര് വന്നില്ല മോനെ. എന്റെ വർക്കിച്ചായനുള്ളപ്പോ എന്തൊരാഘോഷമായിരുന്നു. ആട്ടവും പാട്ടും ഒക്കെയായി. ഓർക്കുമ്പോ തന്നെ മനസ്സിനൊരു കുളിർമ. മോനെ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞ നീ അത് ചെയ്യോ? എന്താ? പറയൂ. നീ ആ ഫ്രിഡ്ജൊന്ന് തുറന്നേ. എന്നിട്ട് അതിലിരിക്കുന്ന ആ വലിയ കേക്ക് ഇങ്ങെടുക്ക്. ചെല്ല. ഇതൊരു ക്രിസ്മസ് കേക്കാണല്ലോ. എന്റെ മക്കളുടെ വരവും കാത്ത് ഞാൻ പ്രത്യേകം ഒരുക്കി വച്ചതാ.
പക്ഷേ അവര് വന്നില്ല. കുഴപ്പമില്ല, നീ വന്നല്ലോ, അത് മതി. ഇനി മോൻ എന്റെ കൈ പിടിച്ചുകൊണ്ട് ആ കേക്കൊന്ന് മുറിക്ക്. പിടിക്ക്, പിടിക്ക്, പതുക്കെ എന്റെ പതുക്കെ. കൈ പിടിക്ക്. ദാ, അങ്ങനെ. ശരി, ഞാൻ ഒരു കഷ്ണം അമ്മയുടെ വായിലേക്ക് വെച്ച് തരട്ടെ. ഇതാ, കഴിക്ക്. നീയും വായ തുറക്ക്. ഞാനോ? അതുപോലെ. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ. നീ ശരിക്കും ഈ വീട്ടിൽ മോഷ്ടിക്കാൻ തന്നെ വന്നതായിരുന്നോ? അല്ല. എനിക്കെല്ലാം മനസ്സിലായി മോനെ. നീ എന്റെ മകന്റെ ഫോട്ടോയിലേക്ക് തുടരെ നോക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്റെ മകന് വേണ്ടിയാ നീ ജയിലിൽ കിടന്നത്, അല്ലേ? അത് അമ്മേ, എല്ലാം വിധി. ജീവിതം ചിലപ്പോ അങ്ങനെയൊക്കെയാണ് മോനെ. എന്തായാലും ഈ അമ്മ സന്തോഷവതിയാണ്. എനിക്ക് മറ്റൊരു മകനെ ദൈവം തന്നിരിക്കുന്നു. നീ ഇനി ഈ വീട്ടിൽ എന്റെ മകനായി കഴിയണം. അമ്മേ, എന്റെ സ്വന്തം മകൻ. അതാവട്ടെ, അതിക്രമിച്ച് എന്റെ വീട്ടിൽ കയറിയതിന് ഈ അമ്മ മകന് വിധിക്കുന്ന ശിക്ഷ. ശിക്ഷയേൽക്കാൻ പ്രതി തയ്യാറാണോ? തയ്യാറാണേ. അമ്മ വിധിച്ച ശിക്ഷ നാടകം സമാപിക്കുന്നു. രചന സന്തോഷ് പി വെള്ളിമൺ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: അമ്മ LC സുകുമാരൻ, സാമുവൽ പ്രദീപ് ഗോപാൽ, പോലീസുകാരൻ KT പ്രകാശൻ നായർകുഴി, മകൻ VC മുരളീധരൻ, മകൾ ബേബി നിഷ, സാമുവലിന്റെ സഹോദരി ഹാഷ്മി വിലാസിനി. സംവിധാനം മാത്യു ജോസഫ്. സഹായം P നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.